സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ മെയ് മാസ വിതരണ അറിയിപ്പുകൾ എത്തിച്ചേർന്നു. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കേന്ദ്രവിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള NSIP വിഭാഗത്തിൽപ്പെടുന്ന പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആനുകൂല്യം കൂടിയാണ് ഗുണഭോക്താക്കൾക്ക് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലയിലേക്കുള്ള ആനുകൂല്യ വിതരണം വമ്പൻ മാറ്റങ്ങളോടെയാണ് ആരംഭിക്കാനിരിക്കുന്നത്. വലിയ പ്രഖ്യാപനങ്ങളോട് കൂടിയ UDF അധികാരത്തിലേക്ക് എത്തിയപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. UDF സർക്കാരിന്റെ ആദ്യ യോഗത്തിലെ നിർണായക തീരുമാനങ്ങളും അതുപോലെ തന്നെ ബജറ്റിലെ വൻ പ്രഖ്യാപനവുമാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യയാത്ര ഉൾപ്പെടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വലിയ വർധനവ് കൂടിയാണ് പ്രധാനമായും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടിസ്ഥാന പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നുള്ളതാണ് UDF പ്രകടന പത്രികയിലെ വാഗ്ദാനം. പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് വരുത്തുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും. നിലവിൽ 62 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ മാനദണ്ഡങ്ങളിലും മാറ്റം പ്രതീക്ഷിക്കാം. വിധവാ പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണവും 5നും സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്കുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും അതാത് കാലയളവിലുള്ള വാർഷിക മസ്റ്ററിങ്ങും അതോടൊപ്പം തന്നെ 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണവും നിലവിലെ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. പുതിയ സർക്കാർ അധികാരത്തിലെത്തുന്നതോടുകൂടി ഇതിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കും. നിലവിലെ ലിസ്റ്റ് പ്രകാരം അടിസ്ഥാന പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമ്പോൾ 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് പെൻഷൻ തുക എത്തിച്ചേരുക. 26 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും, കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്കും, അർഹരായ കൂടുതൽ ഗുണഭോക്താക്കളെ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ആലോചനകളും പരിഗണനയിലുണ്ട്. എന്നാൽ കർശനമായ ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി ഇവർ നേരിടേണ്ടി വരും. ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രമാകും പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നത്. 3000 രൂപ വീതം പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ പുതുതായി പെൻഷൻ അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പരിശോധനകൾ ബാധകമായേക്കും. നാളിതുവരെയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നേരത്തെയുള്ള സർക്കാരുകൾ നൽകിയിട്ടുള്ള കാലാവധി ജൂൺ 30-ന് അവസാനിക്കും. പുതിയ തീയതി പ്രഖ്യാപനങ്ങൾ UDF സർക്കാർ അധികാരത്തിൽ വന്നിരുന്നതോടുകൂടി പ്രഖ്യാപിക്കുന്നതാണ്. വിവിധ മേഖലയിലേക്കുള്ള കൂടുതൽ ആനുകൂല്യ വിതരണം കൂടിയാണ് സംസ്ഥാനത്തെ മെയ് മാസം മുതൽ ആരംഭിക്കുന്നത്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യയാത്രയ്ക്ക് പുറമെ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതിയും ഉടൻ ആരംഭിക്കും. കൂടാതെ എല്ലാ കുടുംബാംഗങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ 5 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ. പെൻഷൻ അവകാശമാകും, ശമ്പള കമ്മീഷൻ മാതൃകയിൽ ക്ഷേമ പെൻഷൻ രൂപീകരിക്കും എന്നതെല്ലാമാണ് വാഗ്ദാനങ്ങൾ.